ഞാനിപ്പോൾ ഉള്ളത് സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിൻ്റെ കൂടെയാണ്. ഫസ്റ്റ് സെമസ്റ്റർ അല്ലേ ഇപ്പോൾ അല്ലേ? ഓക്കെ. ഇവർ വന്നിട്ട് 1 month ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ ക്ലാസ് ഒക്കെ എങ്ങനെ വരുന്നത്? ഫസ്റ്റിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്? ആദ്യമേ അനറ്റോമി വരുന്നുണ്ട്, ബയോഫിസിക്സ്, പിന്നെ ബയോളജി, ബയോകെമിസ്ട്രി, സർജറി വരുന്നുണ്ട്. അത് ഹോസ്പിറ്റലാണ് നടക്കുന്നത്. ലാംഗ്വേജ്, ലാറ്റിൻ, പിന്നെ ഫിസിക്കൽ PT ഉണ്ട്. ഞങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് ആയിട്ട് പോകുന്നു. അതെല്ലേ. അതുപോലെ തന്നെ നിങ്ങളെ ക്ലിനിക്കലൊക്കെ വരുന്നത് ഹോസ്പിറ്റലാണ്. അത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, ഒരു 5-10 നമ്മൾ ബസ്സിൽ പോകുന്ന ദൂരം. അത്രയില്ല, ഹോസ്റ്റലൊക്കെ തൊട്ടടുത്ത് തന്നെ യൂണിവേഴ്സിറ്റി അടുത്താ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ക്ലാസ് റൂംസ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഏത് ക്ലാസ് റൂമാണ് കാണാൻ പോണേ? മെഡ്കം. ഗ്രൂപ്പ് വൈസ് അല്ലേ ക്ലാസ് ഒക്കെ വരുന്നത്? നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിലുള്ളത്? 103. ഓക്കെ. ഓരോ ഗ്രൂപ്പിങ്ങിന് സെപ്പറേറ്റ് ആക്കി. ഓക്കെ. മലയാളീസ് ഒക്കെ ഉണ്ടോ നിങ്ങളെ ഗ്രൂപ്പിൽ? ഹിന്ദിക്കാരാ. ഇതൊരു ഗ്രൂപ്പിൽ മലയാളീസ് അല്ലേ? എത്ര മലയാളീസ് ഉണ്ടാവും ഇവിടെ ഏകദേശം? നിങ്ങൾ ഈ വർഷം വന്നതിൽ അറിയോ? ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 101 തൊട്ട് 104 വരെ ഒരു 10 സ്റ്റുഡൻസ് കാണും, ഒരു മിനിമം. നിങ്ങൾ ഗ്രൂപ്പൊക്കെ വേറെ ടൈമിലല്ലേ ക്ലാസ് ഒക്കെ ഉണ്ടാവും? ചില സമയത്ത് സെയിമാ, ചില സമയത്ത് ഇവർക്ക് ചിലപ്പം മോർണിംഗ് ക്ലാസ് ആയിരിക്കും, ചില സമയത്ത് ഞങ്ങൾക്ക് സെയിം വരും. ക്ലാസ് ടൈമിംഗ് ഒക്കെ എങ്ങനെ? 8 തൊട്ട് തുടങ്ങും. പിന്നെ 1 hour, എല്ലാം ക്ലാസ് 1 hour-ആ. 1 hour ക്ലാസ്. പിന്നെ ഒരു ദിവസം അഥവാ അനറ്റോമിയിൽ ഇപ്പോൾ അതുണ്ടെങ്കിൽ ലെക്ചേഴ്സ് പഠിപ്പിക്കും. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ, അതിനിപ്പം സെപ്പറേറ്റ് തരും അവേഴ്സ്. 6 hours ആയിരിക്കും ടോട്ടൽ. ഉസ്ബെക്കൊക്കെ ഇവിടുത്തെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചോ? എന്തൊക്കെ പഠിച്ചു? പിന്നെ കുറെ നമ്പേഴ്സ് പഠിച്ചു. ബിർ, സ്റ്റുഡൻറ്റ്, അങ്ങനെയൊക്കെ. പിന്നെ ഡോക്ടറിന് പറയുന്ന ഷിഫോക്കലാറിയസ്. അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് കാണിക്കാനുള്ളൊരു സൗകര്യമില്ല. എങ്ങനെയുണ്ട് ഉസ്ബെക്ക്? എങ്ങനെയുണ്ട് നിങ്ങളെ ഉസ്ബെക്കിനെ കുറിച്ച്? കാണാൻ കുറേ സ്ഥലമുണ്ട്. നല്ല സേഫ് കൺട്രിയാ. നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റിയില്ലല്ലേ? പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റിയില്ല. എങ്ങനെ മീൻസ് ഫാക്കൾട്ടീസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മലയാളി ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ മലയാളി ഫാക്കൾട്ടി, അതുപോലെ മലയാളീസ് വേറെ ഉണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പിൽ? മലയാളീസ് ഓക്കെ. അത് പക്ഷേ മലയാളി ഫാക്കൾട്ടി പക്ഷേ താഷ്കൻഡിലൊന്നും അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ? അവരോട് സംസാരിക്കാൻ നല്ലതായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ എന്തുവാ. ഇപ്പൊ നമ്മൾ കണ്ടത് കോഴിക്കോടുള്ളൊരു ഫാക്കൾട്ടിയാണ്. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? വന്നപ്പോ നല്ല തണുപ്പായിരുന്നു, ഇപ്പൊ പക്ഷെ കുറഞ്ഞു കൂടും, മഞ്ഞൊക്കെ വരും. സീനിയേഴ്സ് ഒക്കെ നല്ല അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഇല്ല. നാട്ടിലെ പോലെ ആ പ്രശ്നമൊന്നും, സപ്പോർട്ട് ചെയ്യും, മനസ്സിലാക്കി തരുമല്ലോ. ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന മാതിരി ഇല്ല. ഇവിടെ ലോക്കൽ ഫുഡ് ഉണ്ട്, സോംസ നല്ല ടേസ്റ്റ്. പിന്നെ ട്രൈ ചെയ്യണം, അതൊക്കെ അത് നല്ലതാണ്. പിന്നെ ഇവിടെ മെയിൻ കാര്യം ഉസ്ബെക്കിൽ ബ്രെഡാണ്, അതൊന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. ഇവിടുത്തെ മെയിൻ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ എൻട്രൻസ്, ഗേൾസ് ഹോസ്റ്റൽ. നമ്മളെ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ സ്റ്റേ ചെയ്യുന്നത് ഈ ഹോസ്റ്റലിലാണ്. ഈ ഹോസ്റ്റലിൽ നിങ്ങളെ റൂമിൽ എത്ര പേരുണ്ട്? എൻ്റെ റൂമിൽ 5 പേരുണ്ട്. ഫുഡൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സാ. വൺസ് വീക്ക്ലി നോൺ വെജ് വരും,
അങ്ങനെ. ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് ഉള്ളിലുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് വരിക. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിങ്ങളുടെ മാമാരാണ് മാമ എന്നാ വിളിക്കുന്നവര്. വാർഡനാ. 2 മാമന്മാരുണ്ട്. ടൈമിംഗ് ഒക്കെ എങ്ങനെ വരുന്ന ലൈക്ക് 7 o'clock ആകുമ്പോൾ ഇത് തുറക്കും, എന്നിട്ട് 10 മണി വരെ ഇവിടെ അടയ്ക്കുന്നത്. അതിന്റെ ഉള്ളിൽ കയറണം. അത് കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി പേരൻസിലേക്കായിരിക്കും. വലിയ ഇതാ കുറെ എന്തൊക്കെയോ എഴുതണം, റൂൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഹോസ്റ്റലിലെ ഏരിയ ഭയങ്കര നല്ല രസമുള്ള ഒരു ഏരിയ. ഇന്ത്യൻ റെസ്റ്റോറന്റ് തൊട്ടപ്പുറത്ത്. പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഇവരവിടെ നിന്നും അങ്ങനെ കഴിക്കാറില്ല. കഴിക്കാറില്ല. പിന്നെ ഇവര് മെയിൻ കഴിക്കാറ് സംസയും സോംസ. ഇവിടുത്തെ സാംസ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പോലെ സമോസ പോലത്തെ. അത് ഒറിജിനേറ്റ് ചെയ്തതാ ഇവിടെ. അതിന്റെ വേറൊരു വേർഷൻ. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല. ചിക്കൻ സോംസ ഒക്കെ കഴിക്കാം. സ്പൈസി ഇല്ല, എന്നാൽ നമുക്ക് കഴിക്കാം. ബോയിലി ഐറ്റംസ് അതിനകത്ത്. അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ വരുന്നത്. ഇവരെല്ലാവരും ഒരു റൂമിലാണ്. നമ്മുടെ സ്റ്റുഡൻസ് 5 പേര് ഒരു റൂമിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസും ഈ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. കൂടാതെ വേറെയും ഒരുപാട് ഹോസ്റ്റൽസ് യൂണിവേഴ്സിറ്റി അടുത്തായിട്ടുണ്ട്. പല നോർത്ത് ഇന്ത്യൻസും അതുപോലെ മലയാളീസൊക്കെ വേറെ ഒരുപാട് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഗേൾസ് മാത്രമുള്ള ഹോസ്റ്റലാണ്.